വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അപ്പോൾ ഈ മിസ്സാണ് മകളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഗെറ്റിംഗ് ടു നോ പ്ലാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ. സോ ആ ഒരു ചാപ്റ്ററിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ മിസ്സിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം. നിങ്ങളുടെ സ്വന്തം അബി മിസ് ആണ് കേട്ടോ. സോ മക്കളെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെടുക്കുക. ആൻഡ് നമ്മുടെ ചാനലൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് ഓരോരോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടുക. സോ നമ്മൾ പറഞ്ഞു ഗെറ്റിംഗ് ടു നോ പ്ലാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലീവ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലേ, ഇലകളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലീവ്സ് എന്ന് പറയുന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് മകളെ? ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുഡ് ഫാക്ടറീസ് ആണ് അല്ലേ. പ്ലാന്റ്സിലെ ഫുഡ് ഫാക്ടറീസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ലീവ്സിനെയാണ്. കാരണം എന്താ, ലീവ്സിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് റൂട്ട് വഴി വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും സ്റ്റെമ്മ് വഴി എവിടേക്ക് എത്തുന്നു? ഇലകളിലേക്ക് എത്തുന്നു, ലീവ്സിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ടാണ് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒക്കെ പ്രസൻസിൽ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാടാ, നമ്മുടെ ലീവ്സിനെ ഫുഡ് ഫാക്ടറീസ് എന്ന് വിളിക്കാം. സോ ഒരു സ്റ്റെം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ പ്ലാന്റ്സിനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വാട്ടറും മിനറൽസും ആവശ്യമാണെന്നറിയാം. ഈ വാട്ടറും മിനറൽസും ലീവ്സിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ സ്റ്റെമ്മ് വഴിയാണ്. ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ നാരോ ആയിട്ടുള്ള ട്യൂബ്സ് ഉണ്ട്. അതായത് വെസൽസ് എന്ന് നമ്മൾ പറയും, സൈലം ഫ്ലോയം എന്നൊക്കെ പറയുന്ന വെസൽസ് എന്ന് പറയും. ഈ വെസൽസ് ആണ് ഈ വാട്ടറും മിനറൽസും ഒക്കെ എവിടേക്ക് എത്തിക്കുന്നത്? പല പ്ലാന്റിൻ്റെ പല പാർട്സിലേക്ക് എത്തിക്കുന്നത്. സോ ഈ നാരോ ആയിട്ടുള്ള ട്യൂബ്സ് വഴി വാട്ടറും മിനറൽസും ഒക്കെ എവിടേക്ക് എത്തുന്നു? നമ്മുടെ ലീവ്സിലേക്ക് എത്തുന്നു. ഈ ഒരു ലീഫ്, ടിപ്പിക്കൽ ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? അപ്പോൾ ലീഫിൻ്റെ ഈ ഒരു പോർഷനാണ് അതിൻ്റെ സ്റ്റെമ്മിലേക്ക് ലീഫിനെ അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റെമ്മിലേക്ക് ലീഫിനെ അറ്റാച്ച് ചെയ്യുന്ന ഈ പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് വിളിക്കുക. ഓക്കെ, ഈ പോർഷനെ നമ്മൾ പീറ്റിയോൾ എന്ന് വിളിക്കും. ഇനി ബ്രോഡായിട്ടുള്ള ഒരു ഗ്രീൻ കളർ പോർഷൻ ഉണ്ടാവുമല്ലോ, ഈ പോർഷനെ നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? ഇതിനെയാണ് നമ്മൾ ലാമിന എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലീഫിന് പീറ്റിയോൾ ഉണ്ട്, ലാമിന ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി അല്ലേ. ദ പാർട്ട് ഓഫ് എ ലീഫ് ബൈ വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദ സ്റ്റെം ഈസ് കോൾഡ് പീറ്റിയോൾ. സ്റ്റെമ്മിനോട് ഈ ലീഫിനെ അറ്റാച്ച് ചെയ്യുന്ന പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? പീറ്റിയോൾ എന്ന് വിളിക്കും. എന്നാൽ ഈ ബ്രോഡായിട്ടുള്ള ഗ്രീൻ പാർട്ടിൽ, ലീഫിൻ്റെ ബ്രോഡായിട്ടുള്ള ഈ ഗ്രീൻ പാർട്ടിനെയാണ് നമ്മൾ ലാമിന എന്ന് വിളിക്കുക. അപ്പോൾ ലാമിന ഏതാണ്, പീറ്റിയോൾ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ. സോ ഇനി ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഫിൽ ഇതേപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓരോരോ വരകൾ കാണാൻ പറ്റും അല്ലേ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് വെയിൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് വെയിൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ വെയിൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിൻ നമുക്ക് കാണാം അല്ലേ. സാധാരണ വെയിൻസ് പോലെയല്ല, കുറച്ചും കൂടെ കട്ടിയുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിൻ നമുക്ക് സെൻറ്ററിൽ കൂടെ പോകുന്നത് കാണാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നറിയോ? ഇതിനെയാണ് നമ്മൾ മിഡ് റിബ് എന്ന് വിളിക്കുക. ഓക്കെ, ദിസ് പ്രൊമിനൻ്റ് വെയിൻ ഈസ് കോൾഡ് മിഡ് റിബ്. So, lines on the leaf are called veins. നമ്മുടെ ലീഫിലുള്ള ഈ ലൈൻസിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് വിളിക്കുന്നത്. ഈ വെയിൻസിൽ തന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള നടുക്കുള്ള വെയിനെ നമ്മൾ എന്ത് വിളിക്കും? മിഡ് റിബ് എന്ന് വിളിക്കും. സോ ദ ഡിസൈൻ മെയ്ഡ് ബൈ വെയിൻസ് ഇൻ എ ലീഫ് ഈസ് കോൾഡ് ലീഫ് വീനേഷൻ. അപ്പോൾ ഓരോ ലീഫിലും ഈ വെയിൻസ് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ, പല തരത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ബാമ്പു അല്ലാന്നുണ്ടെങ്കിൽ മുളയുടെ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണോ കാണുന്നത്? അല്ലത് പാരലലായിട്ടാണ് കാണുന്നത് അല്ലേ. സോ ഓരോ പ്ലാന്റ്സിൻ്റെ ലീവ്സിലും ഈ വെയിൻസ് ഉണ്ടാക്കുന്ന ഡിസൈനും വേറെയാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡിസൈനെയാണ് നമ്മൾ വീനേഷൻ എന്ന് വിളിക്കുന്നത്, ലീഫ് വീനേഷൻ. അതായത് വെയിൻസ് ലീവ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീഫ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. വീനേഷൻ തന്നെ നമുക്കിതാ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ. മക്കളിതാ ഒരു ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചെമ്പരത്തിയുടെ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നെറ്റ്വർക്ക് പോലെ കാണാൻ പറ്റും അല്ലേ. ഇതിൽ വെയിൻസ് നോക്കിക്കേ, കണ്ടോ? ഈ വെയിൻസ് എല്ലാം കൂടെ ഒരു നെറ്റ്വർക്ക് പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നെറ്റ്വർക്ക് പോലെ കാണുന്ന വീനേഷനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാമ്പുവിൻ്റെ ലീവ്സ് ഒക്കെ ആണെങ്കിൽ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ പാരലലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വീനേഷനെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പാരലൽ വീനേഷൻ എന്ന് വിളിക്കാം. സോ ഇവിടെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്, ഇവിടെ പാരലൽ വീനേഷൻ ആണ്. സോ ദ നെറ്റ്വർക്ക് ലൈക്ക് വീനേഷൻ ഇൻ വിച്ച്
ഇൻ ലീവ്സ് ഈസ് കോൾഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ലീവ്സിലുള്ള നെറ്റ്വർക്ക് ലൈക്ക് വീനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വീൻസ് പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാടാ? പാരലൽ വീനേഷൻ എന്ന് വിളിക്കാം. സോ ലീവ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ലീവ്സിന് പീറ്റുകളുണ്ട്, അതുപോലെ തന്നെ ലാമിനയുണ്ട്, അതുപോലെ തന്നെ വെയിൻസ് ഉണ്ട്. വെയിൻസ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിൻ, നടുക്കുള്ള വെയിനെ നമ്മൾ മിഡ്രിബ് എന്ന് വിളിക്കും. അതായിട്ട് അറേഞ്ച് ഈ വെയിൻസ് നമ്മുടെ ലീവ്സിൽ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ വീനേഷൻ എന്ന് വിളിക്കും. റെറ്റിക്കുലർ വീനേഷനും പാരലൽ വീനേഷനും അല്ലെ, നെറ്റ്വർക്ക് ലൈക്കാണ് വീനേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കും. എന്നാൽ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ പാരലൽ വീനേഷൻ എന്ന് വിളിക്കും. സോ ഇത്രയുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലീവ്സിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.